നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അതിചാരത്തെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. വ്യാഴത്തിൻ്റെ നിലവിലെ അതിചാരം ഒക്ടോബർ 18, 2025 മുതൽ ഡിസംബർ 5, 2025 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ആ വ്യാഴത്തിൻ്റെ അതിചാരം നടക്കുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇപ്പം നവംബറായി, ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ ആ കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതും വരാൻ സാധ്യതയുള്ള അതിചാര സമയത്ത് വരാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ മണ്ടേൻ അസ്ട്രോളജി ബ്രാഞ്ചിലാണ് കൂടുതലും ആൾക്കാർ ഈ അതിചാരത്തെയും ട്രാൻസിറ്റുകളെയും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ജ്യോതിഷത്തിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഒരുപാട് പേര് ഒരുപാട് വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യും. പ്രത്യേകിച്ച് ചില ആൾക്കാർ ദൈവവിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യും, അസ്ട്രോളജി പഠിക്കും, പല പല കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ അനുഭവം ഏതൊരു മേഖലയിലാണോ വരുന്നത്, നിരന്തരമായി ഏതൊരു മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, അതിനകത്തായിരിക്കും അവർക്ക് കഴിവുകൾ കൂടുന്നതും അതിനകത്തായിരിക്കും അവർക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടാവുന്നതും. അപ്പം ഉദാഹരണത്തിന് ദൈവവിഷയത്തിൽ പഠിക്കുന്നവർക്ക് ദൈവവിഷയങ്ങൾ നല്ല കഴിവുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് മാനുഷിക വിഷയങ്ങളിൽ അത്രയും കഴിവുണ്ടാകണമെന്നില്ല. മാനുഷിക വിഷയങ്ങളിൽ നിരന്തരമായി ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ ദൈവവിഷയങ്ങളിലും അത്ര കഴിവുണ്ടാകുന്നില്ല. രണ്ടിലും ഒരുപോലെ കഴിവ് വരുന്നത് അത്യപൂർവമായ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മണ്ടേൻ അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലിസ്റ്റിയൽ ഇൻഫ്ലുവൻസസ് വെച്ചിട്ട്, അസ്ട്രോളജിയുടെ രീതി തന്നെ സെലിസ്റ്റിയൽ ഇൻഫ്ലുവൻസസ് വെച്ചിട്ട് അവരൊരു അനാലിസിസ് നടത്തും. മണ്ടേൻ അസ്ട്രോളജേഴ്സ് അവർ വേൾഡ്ലി ഇവൻ്റ്, അതായത് ലോകത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഇവൻറ്റുകളെ അവർ പ്രെഡിക്റ്റ് ചെയ്യും. സച്ചാസ് ഇപ്പം പൊളിറ്റിക്സ്, എക്കണോമിക്സ്, അതേപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതേപോലെ രോഗങ്ങൾ വരുന്നത്, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, അത് ഒരു ഇൻഡിവിജ്വലിന് അപ്പുറമായിട്ട് ലോകത്തിൽ നടക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും. ഇപ്പം നോൺസ്റ്റർഡാംസിൻ്റെയൊക്കെ പ്രവചനങ്ങൾ ആൾക്കാരുടെ ഇടയിൽ വളരെ പ്രശസ്തമാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ഈ ഒരു മണ്ടേൻ അസ്ട്രോളജി ബ്രാഞ്ചിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊരു യൂണിവേഴ്സലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ വിഷയത്തിൽ അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരാളാണ്. പഠിക്കാൻ നമുക്കറിയാം എന്നുള്ളതിനകത്ത് ഒരു പരിധി കൂടുതലും അതിനെപ്പറ്റി ഞാൻ കൂടുതലും മനുഷിക വിഷയങ്ങളും മനുഷ്യൻ്റെ ഇന്നർ വേൾഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനും, ഇന്നർ വേൾഡ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, അകം ശുദ്ധമായാൽ ഇന്നർ മെൻ്റലി സ്ട്രോങ് ആവുന്ന ഒരാളുടെ ഫിസിക്കൽ വേൾഡും സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ്. ആന്തരികമായി ബലമുള്ള ഒരാൾക്ക്, ഉപാസന ഉള്ള ഒരാൾക്ക്, ഉപാസന എന്ന് പറഞ്ഞാൽ ഉപസമീപേ, അവനവനോട് ചേർന്നിരിക്കുന്ന ഒരാളിന്, അവനവനെ സ്നേഹിക്കുന്ന, സ്വാർത്ഥതയ്ക്ക് അപ്പുറമായി അവനവനെ സ്നേഹിക്കുന്ന, ഉള്ളിൽ ഒരു വിഷയം, പുറത്ത് ചെയ്യാൻ പോകുന്ന ആഗ്രഹങ്ങൾ ഉള്ളിൽ കൃത്യമായ ക്ലാരിറ്റി വന്നാൽ, അകമേ ദൈവാധീനവും സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളിലുള്ള ഒരാൾക്ക് പുറമേ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അയാളുടെ ചിന്തകളുടെ, ഉള്ളിലുള്ള ഒരാളുടെ ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമായ ജീവിതം അതിമനോഹരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആ ഒരു സിദ്ധാന്തത്തിലാണ് എൻ്റെ അസ്ട്രോളജി ക്ലാസ്സുകളും എല്ലാം എടുക്കുന്നത്. കാരണം ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമാണ് ജീവിതം എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും നല്ല കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊരു തപസ് പോലെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിന് തടസ്സമാവുന്ന വിഷയങ്ങളെ എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്നുള്ളത് അസ്ട്രോളജി വെച്ച് അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ട റെമഡീസ്, അത് ഉപാസനയെങ്കിൽ ഉപാസന, ഈശ്വരീയ കാര്യങ്ങളെങ്കിൽ ഈശ്വര കാര്യങ്ങൾ, അതല്ല മറ്റ് പഠനങ്ങൾ വല്ലതുമാണെങ്കിൽ അങ്ങനെ, യാത്രകൾ വല്ലതുമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് അങ്ങനെ, രോഗങ്ങളാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയാണ് എങ്ങനെ നേരിടണം, ഇതൊക്കെയാണ് എൻ്റെ വിഷയം, എനിക്കിഷ്ട വിഷയങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ആ ഏരിയയിലാണ് നോക്കുന്നത്. പക്ഷേ ഈ അതിചാരം പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, ട്രാൻസിറ്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്ന എന്നെപ്പോലുള്ളവർ സ്വാഭാവികമായിട്ടും നിർബന്ധിതരാകും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പലപ്പോഴും ഈ അധികം ന്യൂസ് അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും കടക്കാത്ത ഒരാളാണ്, ന്യൂസ് ചാനൽ കാണാത്ത ആളാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ബോധർ ചെയ്യാതെ കൂടുതലും ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും മെൻ്റലിയും ഫിസിക്കലി എങ്ങനെ അയാളുടെ വെൽബീയിങ് എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെയുള്ളതാണ് എനിക്കതൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ ഈശ്വരീയ കാര്യങ്ങളും തന്ത്രവിഷയങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠനവും
പഠന മനനാദികൾ അല്ലെങ്കിൽ തപസ്വാധ്യായ നിരതനായിട്ട് പോകാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളും ആചാര്യതുല്യരായിട്ടുള്ളവരും ആചാര്യരും ഒക്കെ പലരും പറയാറുണ്ട്, ഇതൊക്കെ വരുന്ന സമയത്ത് തനിക്കൊരു കാര്യങ്ങൾ ചെയ്തുകൂടെ, വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ. അപ്പോൾ പലപ്പോഴും ഞാനതിൽ നിന്ന് ശ്രമിക്കാത്തതിൻ്റെ പ്രധാന കാരണം നമുക്ക് കൂടുതലും ജാതകം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുക, അത് മനസ്സിലാക്കി അത് ആ ടൂൾ, അസ്ട്രോളജി എന്നുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കുറച്ചുകൂടി എങ്ങനെ ഡെലിബറേറ്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം, നമ്മളൊരിക്കലും നമ്മൾക്ക് ഇപ്പോഴത്തെ നമ്മൾ എത്ര പിടിച്ചിട്ട് മാറാത്ത കാര്യങ്ങളെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. അങ്ങനെയൊക്കെ ഇതിനെ പൂർണ്ണമായിട്ടും ഉപാസനയുടെ ഭാഗമായിട്ട് അസ്ട്രോളജി മോക്ഷശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പം വേദത്തിൻ്റെ കണ്ണാണ്, ചക്ഷുവാണ്. അപ്പം ആ ഒരു തലത്തിലാണ് ഞാനിതിനെ കാണുന്നത്. അതായത് മോക്ഷത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ എല്ലാ സോളുകളും അങ്ങനെ തന്നെയാണ്, പക്ഷേ ജീവിതത്തിൽ ഭൗതികവും അധ്യാത്മികവുമായിട്ട് ധർമാർത്ഥകാമ മോക്ഷങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ഒരു ജീവന് അവനെ എങ്ങനെ അവൻ്റെ ഇന്നർ വേൾഡ് ബാലൻസ് ആക്കിക്കൊണ്ട് എങ്ങനെ അവൻ്റെ ഭൗതികവും അധ്യാത്മികവുമായിട്ടുള്ള കാമമോക്ഷങ്ങളെ എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഞാൻ അങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഈ മണ്ടൈൻ അസ്ട്രോളജിയുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവർ ഈ വേൾഡ് ഈവൻസിനെയും പൊളിറ്റിക്സിനെയും എക്കോണമിയും ഒക്കെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ പലപ്പോഴും നമ്മൾ ഈ പൊളിറ്റിക്കൽ അസ്ട്രോളജി ഇതിൻ്റെ ഒരു സൈഡായിട്ട് വരും. പൊളിറ്റിക്കലി പ്രഡിക്ഷൻ വരുന്നില്ലേ, അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരിത് വരും. എല്ലാവർക്കും എല്ലാ വിഷയത്തിലും അങ്ങനെ കഴിവാവണമെന്നില്ല. നമ്മൾ നമ്മളുടേതായ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് പോയാൽ അങ്ങനെയായിരിക്കും. ചിലവർ ഇതെല്ലാത്തിലും കഴിവുള്ളവരുണ്ടാവും. പക്ഷെ എനിക്കെന്തായാലും കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടാണ് താല്പര്യം. അതുപോലെ തന്നെ ഈ മണ്ടൈൻ അസ്ട്രോളജേഴ്സ് ചില ആൾക്കാർ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ചൊരു പഠനവും, അതുപോലെ തന്നെ വെതർ പാറ്റേൺസിനെ കുറിച്ച്, അതിപ്പം കുറവാണ് എന്നാലും പണ്ടൊക്കെ വെതർ പാറ്റേൺസിനെ കുറിച്ച് ഉള്ളത്, അതുപോലെ തന്നെ ഈ മിലിറ്ററി അഫയേഴ്സ് ഒക്കെ ഓരോ ട്രാൻസിറ്റുകളും ഓരോ ചാർട്ടുകളും ഒക്കെ വെച്ചിട്ട് കാലത്തിൽ ഇന്ന കാര്യങ്ങളുണ്ടാകും എന്നൊക്കെ ആൾക്കാരെ പ്രഡിക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. ഇതെല്ലാം ഈ അതിചാരവുമായിട്ടൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അതിചാരത്തിന് വലിയ സ്വാധീനമുണ്ട്. അതാണ് ഞാൻ ഇത്രയും പറയാൻ വന്നത്. ഈ മുകളിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്കും അതിചാരവുമായിട്ട് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരും അസ്ട്രോളജി ഇഷ്ടപ്പെടുന്നതും എന്നാൽ അസ്ട്രോളജി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും ആ ഏരിയയിലാണ്. ഇപ്പം ത്രിസ്കന്ധാത്മകമായിട്ടുള്ള ജ്യോതിഷം, അതായത് 3 പാർട്ടാണ്: ഹോര, ഗോളം, സംഹിത. ഗോളം എന്ന് പറയുന്നത് സ്പിറിച്വൽ അസ്ട്രോണമിയാണ്. ഇപ്പോൾ അസ്ട്രോളജി അല്ല അസ്ട്രോണമി എന്നൊക്കെ ആൾക്കാർ വാദിക്കുന്നത്, ചുമ്മാ ഇതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ ഭൗതിക അധ്യാത്മിക ജീവിതത്തെ, ഒരാളുടെ വ്യക്തിയെ എങ്ങനെ സാധനയിലൂടെ അയാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിയെടുക്കാം, അയാൾക്ക് എങ്ങനെയൊക്കെ ആവാം, ഈ ജീവിതത്തിൻ്റെ നിയോഗത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഹോര എന്ന പോർഷൻ. അവിടെ ഈ സ്കന്ധഹോരകൾ, അതേപോലെ തന്നെ പല കാര്യങ്ങളും മിക്കവാറും മനുഷ്യൻ്റെ ജീവവിഷയങ്ങളെയാണ് അതിനകത്ത്. ഇന്ന ഗ്രഹങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാൽ ഇന്ന കാര്യങ്ങൾ നിന്നാൽ അയാൾക്ക് സന്യാസ യോഗമാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് കച്ചവട യോഗമാണ്, ഇന്ന ആളിന് ഇന്ന ടേസ്റ്റാണ് വരാൻ സാധ്യതയുള്ളത്, ഇയാൾ കുറച്ച് സൈന്യാധിപ സ്വഭാവമായിരിക്കും, ഇയാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, ഈ സ്ത്രീക്ക് ഇന്ന യോഗമുണ്ട്, അല്ലെങ്കിൽ ഈ പുരുഷൻ ഇന്ന യോഗമുണ്ട്. ഇങ്ങനെ മനുഷ്യനെ എങ്ങനെ കുറച്ചും കൂടെ ഉയർന്ന ലെവലിലേക്ക് എത്തിക്കുക, അയാളുടെ ഉള്ളിലെ കഴിവുകളെ, സർഗാത്മകതയെ, കർമ്മഫലത്തെ ബേസ് ചെയ്ത് ഈ സോൾ ഉണ്ടായത് എങ്ങനെയാണ്, ഈ സോളിൻ്റെ സഞ്ചാരം എങ്ങനെയാണ്, അയാൾ ഇന്ന് നിൽക്കുന്ന അവസ്ഥ എങ്ങനെയാണ്, ഈ ജന്മം ഈ സ്ഥലത്ത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇയാൾ ജനിച്ചത് എന്തുകൊണ്ടാണ്, ആ ജനിച്ചതൊരു ആപേക്ഷികതയുണ്ട്, അതിനൊരു കാരണമുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അയാൾ ജനിച്ചതെങ്കിൽ
അയാൾ എന്തുകൊണ്ട് എന്തൊക്കെ ഫലത്തിലൂടെ കടന്നു പോകും എന്നുള്ളൊരു ഒബ്സർവേഷനാണ്. അപ്പോൾ അതിനകത്ത് ദൃഢഫലം എന്നും അദൃഢഫലം എന്നും ദൃഢാദൃഢഫലം എന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ടാവും. ദൃഢഫലം അത് ഫിക്സഡ് ആണ്, അയാളുടെ കർമ്മം അയാളുടെ മാറില്ല, അയാളുടെ പ്ലേ ഗ്രൗണ്ട് അതാണ്, അയാളുടെ ലൈഫ് ആ ഒരു ഏരിയയിലായിരിക്കും ഉള്ളത്. എന്നാൽ അദൃഢഫലം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്ട്രോളജി ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങളൊരു ജസ്റ്റ് ഒരു ഫാൻറ്റസി പോലെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവും. ദൃഢഫലം ജീവിതത്തിൽ മാറില്ല. ജനനം, മരണം, അതുപോലുള്ള ചില കാര്യങ്ങൾ അയാൾ ഇന്ന ആയിത്തീരണം, അല്ലെ ഇന്ന ഏരിയയിലൂടെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുള്ളതൊക്കെ പറയുന്നത് ദൃഢഫലങ്ങളാണ്. അത് ഫിക്സഡ് ആണ്. പ്ലോട്ട്, അച്ഛൻ, അമ്മ, ഇതൊന്നും മാറ്റാൻ പറ്റില്ല. അത് ദൃഢഫലമാണ്. അദൃഢഫലം എന്ന് പറയുന്നത് ജാതകത്തിൽ കാണും, ചിലപ്പോൾ വരുത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ജാതകങ്ങളിൽ രാജയോഗങ്ങളുണ്ടാകും, പക്ഷെ അത് കാണത്തില്ല, അത് വർക്ക് ചെയ്യില്ല. ദൃഢാദൃഢഫലം എന്ന് പറയും, വരാനും വരാതിരിക്കാനുമുള്ള സാധ്യത. പലപ്പോഴും ഈ ദൃഢാദൃഢ ഫലങ്ങളെയാണ് നമ്മൾ കൂടുതലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അത് സഞ്ചിത പ്രാരാബ്ധ ആഗമ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 എണ്ണവും വരുന്നത്. ഞാൻ അതിന് വേണ്ടി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കർമ്മഫലത്തെ ബേസ് ചെയ്ത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ആ വീഡിയോ വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. കർമ്മസിദ്ധാന്തം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ട. അപ്പം ദൃഢഫലം ഫിക്സഡ്, അത് മാറ്റം വരില്ല. അദൃഢഫലം വരാം, മിക്കവാറും അത് കാണത്തുമില്ല. ദൃഢാദൃഢ ഫലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ കുറേ ദോഷഫലങ്ങളുണ്ട്, അതിൽ പരിഹാരങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ സുഹൃത കർമ്മങ്ങൾ ചെയ്ത് അയാൾ ജനിച്ച സമയത്താണ് ആ ദോഷഫലങ്ങൾ കാണിക്കുന്നത്. അത് അയാളുടെ സുഹൃതങ്ങൾ കൊണ്ടും അയാളുടെ പ്രവൃത്തി കൊണ്ടും അതൊരു തപസ്സാണ്. ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കൊണ്ടും അയാളത് മാറ്റിയെടുത്തു. അത് ദൃഢാദൃഢ ഫലമാണ്. അതുപോലെ തന്നെ കുറേ സുഹൃത ഫലങ്ങളുണ്ട്. ഇയാൾക്ക് കുറേ ധനം കിട്ടാനുള്ള യോഗമുണ്ട്, പക്ഷേ ധൂർത്തിൻ്റെ ഒരു സ്വഭാവമുള്ളത് കൊണ്ട് ആ കിട്ടിയ ഫലത്തെയല്ല ഇയാൾ ധൂർത്തടിച്ച് കളഞ്ഞ് ഇയാൾ ദരിദ്രനായി. അപ്പം ദൃഢാദൃഢ ഫലമാണ്. അത് വരും, പക്ഷെ അതുപോലെ അങ്ങ് പോവും. അല്ലെങ്കിൽ വരാൻ സാധ്യത കുറവാണ്, പക്ഷെ നമ്മൾ കർമ്മം കൊണ്ട് നമുക്കത് ആക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ആണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഇത് ജാതകം നമുക്ക് കാണുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലൂടെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഹോര എന്ന് പറയുന്ന 2ാമത്തെ ഭാഗം നമ്മളെ സ്വാധീനിക്കും. ഹോര എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഹവർ എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗ്രന്ഥങ്ങൾക്കെല്ലാം ഹോരാ ഗ്രന്ഥങ്ങൾ എന്നാണ്, ജ്യോതിഷ ഗ്രന്ഥങ്ങൾക്കെല്ലാം പറയുന്നത്. ഇപ്പം വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് വരാഹ ഹോര എന്നാണ് പറയുന്നത്. സ്കന്ദൻ എഴുതിയ ഹോരയ്ക്ക് ജാതക പദ്ധതിക്ക് സ്കന്ദഹോര എന്നും, പരാശരൻ എഴുതിയ ജാതക പദ്ധതിക്ക് പരാശര ഹോര എന്ന് പറയുന്നത്. അത് ജാതക പദ്ധതിയാണത്. ഒരാളുടെ തലയവര എങ്ങനെയൊക്കെ മോക്ഷത്തിലേക്ക് എത്താം, ഇന്ന ഫലങ്ങൾ ഇയാൾക്ക് വരും, ഇതിലൂടെ എങ്ങനെ ആത്യന്തികമായിട്ട് മുക്തിയാണല്ലോ ഭാരതീയ ഋഷിമാർ പറയുന്ന അടിസ്ഥാന നിലവാരം. ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മുക്തിയാണ്. പ്രകാശ വിമർശത്തെ തിരിച്ചറിഞ്ഞ് പരമമായ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് പ്രകാശം എന്ന് പറയുന്നത് പരമസത്യവും വിമർശം എന്ന് പറയുന്നത് ഭഗവതിയുമാണ്. അപ്പം ആ പരമമായ സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്താൻ ഏതേതൊക്കെ വഴി, ആയിരക്കണക്കിന് മില്യൺസ് ഓഫ് പോസിബിലിറ്റി ഉള്ളതിൽ ഇന്നയിലൂടെ ഒക്കെ നമുക്കവിടെ എത്താം എന്ന് കാണിച്ചു തരുന്ന ജാതക പദ്ധതിയാണ് ഹോരാഗ്രന്ഥങ്ങളെല്ലാം തന്നെ. എന്നാൽ സംഹിത എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിൽ പെടുന്നതാണ് മണ്ടേൻ അസ്ട്രോളജി ഒക്കെ. ഈ പ്രഡിക്ഷൻ, വേൾഡ്ലി ഇവൻസിൻ്റെ പ്രഡിക്ഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ ഇവൻസിൻ്റെ പ്രഡിക്ഷൻസ് വരുന്നത്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ട്രെൻഡ്സ് മനസ്സിലാക്കി അത് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എക്കണോമിക് ട്രെൻഡിൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ, ഗ്യാംബ്ലിങ്, അതുപോലെയുള്ള വാതുവെപ്പ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത്, മുഹൂർത്തം എടുക്കുന്നത്, അതേപോലെ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഞ്ചപക്ഷി കോമ്പാക്റ്റിബിലിറ്റി ചെക്കിങ്, പ്രത്യേകിച്ച് നക്ഷത്ര പൊരുത്തം പോലുള്ള കോമ്പാക്റ്റിബിലിറ്റി ചെക്കിങ്, ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കോമ്പാക്റ്റിബിലിറ്റി ചെക്കിങ്ങിൻ്റെ രീതിയല്ല തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതി. അപ്പോൾ ഇതെല്ലാം പക്ഷേ വാസ്തവത്തിൽ ജാതകത്തിൻ്റെ 7ാം ഭാവം പൊട്ടിപ്പോയ ഒരാൾക്ക്
ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കി ഗ്രഹത്തിനും, ആ ഭാവത്തിനും അതിൻ്റെ ഭാവാധിപനും കാരകാക്കി ഗ്രഹത്തിനും 3 പേരും പിഴച്ചു പോയ ഒരാളുടെ ജാതകത്തിൽ 10ൽ 10 പൊരുത്തമുള്ള ഒരാളുടെ ജാതകം യോജിപ്പിച്ചാലും ആ വിവാഹ ജീവിതം ഭംഗിയായിട്ട് പോത്തില്ല. അത് ഉറപ്പാണ്. അത് ശ്രമിച്ച് നോക്കിക്കോളൂ. നിങ്ങൾ പഠിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനൊരു വാശിയായിട്ട് എടുക്കരുത്. ഇത് പഠിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അത് പറ്റില്ല. അതിനോടൊപ്പം കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതൊരു ദൃഢഫലമാണ്. അവിടെ കോമ്പാറ്റിബിലിറ്റി ചെക്കിങ്ങിനെ കാര്യമുണ്ട്. അപ്പോൾ ഈ സംഹിത എന്ന് പറയുന്ന ഈ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ, കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരാം. കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പാളിപ്പോവാം, ചില സ്ഥലങ്ങളിൽ കാൽക്കുലേഷൻസ് ശരിയാവാതൊക്കെ വന്നാൽ ചെറിയ മൈന്യൂട്ട് കാൽക്കുലേഷൻസ് കൊണ്ട് തന്നെയൊക്കെ ഫലം മാറിപ്പോവുകയും തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് ഈ ട്രോള് വരുന്നത്. ഇപ്പം ഈ അടുത്ത സമയത്ത് നമ്മുടെ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് 2018 മറ്റേ നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ളൊരു അസ്ട്രോളജർ നമ്മൾ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അദ്ദേഹം ആ വർഷം മഴയുണ്ടാവില്ല, മഴ കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് ആ വർഷം കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നു ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് വലിയ ട്രോളായി. അതെടുത്ത് അങ്ങ് ട്രോളി അത് വേറെ എന്താ പറയുക, അത് നമ്മുടെ ഒരു ശാസ്ത്രമായതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം പറഞ്ഞത്. അത് ട്രോളി ആർക്കെല്ലാം എന്തെല്ലാം അബദ്ധം പറ്റുന്നു, മനുഷ്യ സഹജമാണ്. അത് പുള്ളി പറയുകയും ചെയ്തു. ശാസ്ത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് എനിക്ക് അറിവ് കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമായിട്ട് അതിനെ കണ്ടാൽ മതി അദ്ദേഹം പറയുകയും ചെയ്തു. വളരെ സിമ്പിളായിട്ടൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു രീതിയിൽ അദ്ദേഹം അത് വളരെ സിമ്പിളായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതങ്ങ് ആഘോഷിച്ചു. ഒരു സുഖമാണ് നമ്മുടെ ഭാരതീയ വിഷയങ്ങൾക്ക് ഒരു ട്രോള് കിട്ടുമ്പം അത് ആഘോഷിക്കാൻ എന്തോ രസം. ഈ അടുത്ത സമയത്ത് ഒരു സിനിമയിൽ വാഴ എന്ന് പറയുന്നൊരു പടത്തിൻ്റെ അവസാനവും അത് ആ ഒരു ഭാഗം ഞാനടക്കം പടം കണ്ടു, ഞാനടക്കം ചിരിച്ചു പോകും. നമ്മൾ സ്വാഭാവികമായിട്ടത് കാണുമ്പോൾ ചിരിച്ചു. അത് കുഴപ്പമില്ല, അവർക്ക് ട്രോളാം, എല്ലാവർക്കും തമാശ പറയാമല്ലോ. അപ്പോൾ അതിന് അതിൻ്റെതായ സെൻസിലെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം എനിക്ക് ഈ ഒരു സംഹിത ഏരിയകളിൽ അധികം ശ്രദ്ധയില്ല. എനിക്ക് കൂടുതലും അനുഭവം ജാതക വിഷയത്തിൽ, മാനുഷിക വിഷയത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ. കാരണം കർമ്മഫലത്തെ സാധന കൊണ്ട് ആൾക്കാരെ മാറ്റുന്നതും കിട്ടിയ സുഹൃതങ്ങൾ ജീവിതത്തിലെ പല ദുരയോഗങ്ങളെയും മനസ്സിലാക്കാതെ ജീവിതത്തെ കൃത്യമായി ശ്രദ്ധിക്കാതെ ആ ഉള്ള സുഹൃത്തത്തെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ പലരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പലതും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറച്ച് നേരത്തെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റേഷൻ നമുക്കുള്ളത് കൊണ്ട് ഈ ജീവിതത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളവരാണ് മനുഷ്യർ. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പൂർണ്ണതയെ ഉള്ളത് ഭൂമിയിൽ സർവൈവ് ചെയ്യില്ല. അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് പോകാനുള്ള സ്ഥലമാണ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം. അത് നിസ്സംശയമായ കാര്യമാണ്. അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു തലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ സഞ്ചാരം എങ്ങനെയാണെന്ന് മനസ്സിലാകും. അവർക്ക് അസ്ട്രോളജിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർ എന്തെങ്കിലും ഒരു സാധനയിലേക്ക് കൊണ്ടുവന്ന് സാധനയുള്ളവർക്ക് അസ്ട്രോളജി വേണ്ടെന്ന് ഋഷിമാരുണ്ടാക്കിയ പരാശരനെ പോലുള്ള ഋഷിമാരുണ്ടാക്കിയ ശാസ്ത്രമാണ്. സാധനമുള്ളവർക്ക് ഇവരുടെ വിചാരം ഇവർ ആനയെപ്പോലെയാണെന്ന്. പക്ഷേ ആനയെ കണ്ടുകൊണ്ട് ഉറുമ്പ്, ആടെന്ന് പറയാൻ പറ്റില്ല, ഉറുമ്പ് ബലം പിടിക്കാൻ നിൽക്കരുത് ആനയുടെ ബലം കണ്ടിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തലം എത്തി യോഗിമാർക്കത് പറയാം. കാരണം അവർക്ക് ദ്വൈതാദ്വൈത തലത്തിന് അതീതമായിട്ടുള്ള ബോധസ്വരൂപനായിരിക്കുന്ന ഋഷിക്കും മൗനിയായ മുനിക്കും അത് പറ്റും. ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് ലൗകികമായ ജീവിതത്തിൽ മുഴുകി നടക്കുകയും അതോടൊപ്പം മനസ്സിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയും ഒരു പുതിയ ലക്ഷ്യത്തിന് വേണ്ടിയും പരമാവസ്ഥയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയും സന്തോഷത്തിന് വേണ്ടിയും ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടിയും സാധനയിലേക്ക് വന്നിട്ടുള്ള തുടക്കക്കാരൻ. ജ്യോതിഷത്തെ പോലുള്ള ശാസ്ത്രങ്ങൾ, ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ശാസ്ത്രങ്ങളെ ചവിട്ടിക്കളയുമ്പം അതിൻ്റേതായ ദോഷങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ശുഭാശുഭ ഫലങ്ങളെ കാട്ടിക്കൊടുക്കുന്നവരാണ്.
അവർ മനുഷ്യരെ നന്നാക്കുന്നോ നശിപ്പിക്കുന്നവരോ അല്ല. ആ സമയങ്ങളിൽ ശുഭാശുഭങ്ങളെ മനസ്സിലാക്കിയിട്ട് ശുഭഫലങ്ങളെ അത് വരുന്ന സുഹൃതങ്ങളെ സുഹൃതമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ശുഭഫലം കൂട്ടാനുള്ളതും അശുഭഫലങ്ങളെ കുറയ്ക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ഇത് മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ശ്ലോകമാണ്. നക്ഷത്രാണി ഗ്രഹാശൈവ ശുഭാശുഭ നിവേദക. ശുഭാശുഭങ്ങളെ കാണിച്ചു തരുന്നതാണ് മഹാഭാരതം. ശുഭാശുഭങ്ങളെ കാണിച്ചു തരുന്നതാണ് ഗ്രഹങ്ങളെന്ന് മഹാഭാരതത്തിൽ പറയുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് ഈ അടുത്ത കാലത്തുണ്ടായതാണ്. അതൊന്നുമല്ല, പണ്ട് കാലം മുതലേ, വേദകാലം മുതലേ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കുറേ ആധുനിക ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഇത് ബാബിലോണിയൻ അസ്ട്രോളജിയാണ്, ബാബിലോണിയയിൽ നിന്നുമാണ് പ്രെഡിക്ഷൻ അസ്ട്രോളജിയൊക്കെ വന്നത് ഒക്കെ. വിവരദോഷമാണ്, അറിവില്ലായ്മയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ മണ്ടൈൻ അസ്ട്രോളജിയൊക്കെ ചിലപ്പം ബാബിലോണിയൻ സ്റ്റൈലായിരിക്കാം, വേണം അങ്ങനെ പറയാൻ. സംഹിതയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ മോക്ഷത്തിലേക്ക് എത്താൻ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ടുള്ള മോക്ഷത്തിലേക്ക് എത്താൻ ഋഷിമാർ അനവധി വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അനവധി വഴികളിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പം പല തടസ്സങ്ങളും മനുഷ്യന് വരാം. അത് കർമ്മപ്രോക്തങ്ങളാണ്, കർമ്മപരമായിട്ട് വരുന്നതാണ്. ആ കർമ്മങ്ങളെ പല രീതിയിൽ തരംതിരിച്ച് പല പല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൊരു ശ്രമമായിട്ടാണ്, ഒരു ഒബ്സർവേഷനായിട്ടാണ് അസ്ട്രോളജി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളുടെ കർമ്മഫലം ഇങ്ങനെയാണ്, നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയറിന് ഇന്ന കേപ്പബിലിറ്റി ഉണ്ട്, ഇന്ന കഴിവുകളുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് കഴിവില്ല എന്നുള്ള തിരിച്ചറിവും തരുന്നൊരു ശാസ്ത്രമാണ്. അപ്പോൾ അത് ചുമ്മാതെയാണ് എന്ന് പറയുന്നതൊക്കെ, അല്ലെങ്കിൽ ഇത് വെറുതെയാണ്, അല്ലെങ്കിൽ ഇത് ബാബിലോണിയനാണ്, ഇത് ഹർഷഭാരതവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണെന്നൊക്കെ ഉള്ളത് അതെന്ത് പറയാനാ. അപ്പം ഞാൻ മഹാഭാരതം, അതേപോലെ മനുഷ്യൻ്റെ പ്രായോഗികമായിട്ടുള്ള സാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഋഗ്വേദവും, അതേപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അഥർവവേദവും തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പ്രയോഗ പദ്ധതിയാണ് വരുന്നത് അഥർവവേദത്തിൽ കൂടുതലായിട്ട്. അപ്പോൾ ആ ഭൗതികപരമായ വിഷയങ്ങളാണ്, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന സമയത്ത് അതിനുള്ളിലെല്ലാം ആ ഇൻഡിവിജ്വലായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോഴാണ് ശരിക്കും അസ്ട്രോളജിയുടെ ആവശ്യം വരുന്നത്. അപ്പോഴെല്ലാം ഈ ഗ്രഹങ്ങളെ സ്തുതിക്കുന്നതും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ടെന്നുള്ളത് നന്നായിട്ട് ആഴത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് അതിചാരത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിചാരത്തെ കൂടുതലും എങ്ങനെയൊക്കെയാണ് കാണുന്നത്. നമ്മളിവിടെ അതിചാരത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിചാരം എന്തെന്ത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്, പഴയ അതിചാരങ്ങളിൽ നടന്നിരുന്ന സമയത്ത് ഈ മണ്ടൈൻ അസ്ട്രോളജേഴ്സ് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. അതൊരു സ്റ്റഡീസ് പോലെ നോക്കിയാൽ നിങ്ങൾക്കൊരു പഠനമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇവിടെ ഈ പറയുന്ന ഒക്ടോബർ 18 മുതൽ ഡിസംബർ 25 വരെയുള്ള കാലയളവിലൂടെ വ്യാഴം അതിചാരത്തിൽ സഞ്ചരിക്കും. 12 രാശിയിൽപ്പെട്ടവർക്ക് വരാൻ സാധ്യതയുള്ള വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം അത് ശ്രദ്ധിക്കുക. ഈ കാലയളവിൽ ഇവർക്കുണ്ടാകുന്ന ഗുണദോഷങ്ങൾ, വ്യാഴമാറ്റത്തെയും ജാതകത്തെ എല്ലാം നോക്കിയിട്ട് വേണം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്, അതൊരു വർഷത്തെ ഫലമായിരുന്നു അത് പറഞ്ഞത്, അത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകങ്ങൾ നോക്കിയിട്ട് ജാതകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് വേണം കൺക്ലൂഷനിലേക്ക് എത്താൻ. കർക്കിടകൻ രാശിയിൽ അതിലോട്ടാണല്ലോ അതിചാരത്തിലേക്ക് വന്നത്. വ്യാഴത്തിൻ്റെ എക്സോൾട്ടഡ് സൈനാണ്, അതായത് ഉച്ചരാശിയാണ്. ഗ്രഹണം കഴിഞ്ഞിട്ടാണ് ഈ അതിചാരം സംഭവിച്ചത് എന്നുള്ളതും ഗ്രഹണത്തുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ്റെ സ്വക്ഷേത്രവും കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ 18 മുതൽ 5 ഡിസംബർ 2025 വരെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള ആങ്സൈറ്റി, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേർക്ക് ജാതകത്തിൽ മോശ സമയമായിട്ടുള്ള പലർക്കും ഈ അതിചാര സമയത്ത്, ഈ ഗ്രഹണം കഴിഞ്ഞ് വരുന്ന അതിചാര സമയത്ത് ഒരുപാട് പേരുടെ ഉറക്കത്തിൽ, അതായത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കണ്ടമാനം ഉണ്ടാവും, മാനസിക സംഘർഷങ്ങൾ,
അതുപോലെ തന്നെ വെപ്രാളം, ഇങ്ങനെയുള്ള ആങ്സൈറ്റി, പലതരത്തിലുള്ള ഫോബിയകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് 12 രാശിക്കാർക്ക് അതിചാരത്തിന് വരാനുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം.